ഗാസയിൽ ഇപ്പോഴും ഉഗ്രസ്ഫോടനങ്ങളുടെ പരമ്പര തുടരുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്ക് സമീപം 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 798 പേർ മരിച്ചതായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗാസയിലെ സഹായ കേന്ദ്രങ്ങളിലും മറ്റു ദുരിതാശ്വാസ ഗ്രൂപ്പുകൾ നടത്തുന്ന വാഹന വ്യൂഹങ്ങൾക്കും സമീപവുമാണ് ഈ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത്. അതുപോലെ മെയ് 27 മുതൽ ജൂലൈ 7 തീയതി വരെ 798 കൊലപാതകങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതിൽ 615 ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സൈറ്റുകൾക്ക് സമീപവും 183 സഹായ വാഹന വ്യൂഹങ്ങളുടെ വഴിയിലുമാണ് എന്നാണ് കരുതപ്പെടുന്നതായി UN അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. UN അവകാശ ഓഫീസ് വക്താവായ രവീന ഷംസ്ദാനിയാണ് ഇക്കാര്യങ്ങൾ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ GHF സ്വകാര്യ US സുരക്ഷാ ലോജിസ്റ്റിക് കമ്പനികളെ ഉപയോഗിച്ചിരുന്നു. ഹമാസ് പോരാളികൾ സിവിലിയന്മാർക്കുള്ള സഹായ കപ്പലുകൾ കൊള്ളയടിക്കാൻ അനുവദിച്ചുവെന്ന് ഇസ്രായേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതാകട്ടെ ഹമാസ് ഈ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതും. അതേസമയം ഗാസയിലെ ആശുപത്രികൾ, ശ്മശാനങ്ങൾ, കുടുംബങ്ങൾ, പാലസ്തീൻ ആരോഗ്യ അധികാരികൾ, NGOകൾ, അവരുടെ പങ്കാളികൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾ തെറ്റാണ് എന്നതാണ് ഹമാസിന്റെ വാദം. തങ്ങളുടെ രാജ്യത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവർ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതെന്നും വ്യക്തമാകുന്നു. ഇസ്രായേൽ സേന പ്രവർത്തിക്കുന്ന മേഖലയിലെ GHFന്റെ സഹായ കേന്ദ്രങ്ങൾ എത്താൻ ശ്രമിച്ച 100 കണക്കിന് പാലസ്തീൻ സിവിലിയന്മാരുടെ മരണശേഷം ഐക്യരാഷ്ട്രസഭ അതിന്റെ സഹായ മാതൃക സ്വതസിദ്ധമായി സുരക്ഷിതമല്ല എന്നും മാനുഷിക നിഷ്പക്ഷത മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് എന്നും വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തിടെ ഉണ്ടായ കൂട്ടക്കൊലപാതകങ്ങൾ അവലോകനം ചെയ്തു വരികയാണ് എന്നും അതുപോലെ തന്നെ വേലികളും അടയാളങ്ങളും ഒക്കെ സ്ഥാപിച്ചും കൂടുതൽ വഴികൾ തുറന്നും പാലസ്തീനുകാർക്കും ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കും ഇടയിലുള്ള സംഘർഷം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ് 27 മുതൽ OHCHR രേഖപ്പെടുത്തിയ സഹായ വിതരണ കേന്ദ്രങ്ങളുടെ ആ ഒരു പരിസരത്ത് വെച്ച് പാലസ്തീനുകൾക്കേറ്റ പരിക്കുകൾ ഭൂരിഭാഗവും വെടിയേറ്റ മുറിവുകളാണ് ഉണ്ടായിട്ടുള്ളതെന്നും വ്യക്തമാക്കുന്നു. ഭക്ഷണം പോലുള്ള അവശ്യ സാധനങ്ങൾക്കായി ആളുകൾ അത് നിൽക്കുന്നതിനിടയിൽ കൂടുതൽ അതിക്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ആശങ്കയും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നും ഇവർ പറയുന്നു. OHCHR കണക്കുകൾ തെറ്റാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നതാണ് GHF വാദിച്ചത്. മാത്രമല്ല ഞങ്ങളുടെ ആശങ്കകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല സഹായം ലഭിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നത് അന്വേഷിക്കേണ്ടതാണ് എന്നും ഇവർ വ്യക്തമാക്കുന്നു. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള അതിർത്തി ആക്രമണത്തെ തുടർന്നുകൊണ്ട് ആരംഭിച്ച ഗാസ യുദ്ധത്തിൽ തങ്ങൾ പോരാടുന്ന തീവ്രവാദികളുടെ കൈകളിലേക്ക് സാധനം എത്തുന്നത് തടയാൻ ദുരിതാശ്വാസ സഹായ കേന്ദ്രങ്ങൾക്ക് സമീപം തങ്ങളുടെ സൈന്യം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ആഴ്ചയ്ക്കുള്ളിൽ ഗാസയിലെ പാലസ്തീനികൾക്കായി 70 ദശലക്ഷത്തിലധികം ഭക്ഷണം എത്തിച്ചതായും മറ്റു മാനുഷിക സംഘടനകൾ അവരുടെ എല്ലാ സഹായങ്ങളും ഹമാസിനോ ക്രിമിനൽ സംഘടനകൾക്കോ കൊള്ളയടിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ UN ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് മുൻപ് അക്രമാസക്തമായ സഹായ കൊള്ളയടിക്കലുകളുടെ കേസുകളും പരാമർശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.